ശരി, അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഇന്നലെ വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുമ്പോൾ 1.5 മണിക്കൂർ ഉണ്ടായിരുന്ന വാർത്താ സമ്മേളനമാണ്. അപ്പോൾ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത് ഉണ്ടായില്ല. കമ്മീഷൻ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പിഴവുകൾ പറ്റിയിട്ടുണ്ടാകാം, ആ പിഴവുകൾ തിരുത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയം കിട്ടിയിരുന്നു, അവരത് ചെയ്തില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരുണ്ടായിരുന്നല്ലോ ബൂത്തുകളിൽ, അവരത് ചെയ്തില്ല, അപ്പോൾ അവരുടെ പിഴവാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ബീഹാറിൽ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് SIR-ന് മുൻപ് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്തിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിനുത്തരം കിട്ടിയിട്ടില്ല ശ്രീപത്മനാഭൻ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തുന്നു, രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മാത്രമാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ ആലോചിക്കുന്നത് എന്ന സംശയം ശക്തവുമാണ്. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. ഞാൻ മാർക്കഡേ കഡ്ജു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിൻ്റെ ഇന്നത്തെ ട്വീറ്റ് വായിക്കാം. I can't understand why Rahul Gandhi is reluctant to give an affidavit to the Election Commission stating on oath the allegations he has made. Is he afraid of being sent to jail for perjury? സുപ്രീം കോടതിയുടെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ജഡ്ജ് പറഞ്ഞതാണ്. എന്താ ഇവരെ തകരാറ്? ഇവരെ പ്രശ്നം എന്താ? 98-ന് മുമ്പുള്ള 7 വർഷം, 91 മുതൽ 96 വരെ നരസിംഹറാവുവും, 96 മുതൽ 97-8 വരെ ഇലക്ഷൻ വരെ ദേവഗൌഡയും ഗുജറാളും, അതായത് കോൺഗ്രസ് സഹായിക്കുന്ന UF ഗവൺമെൻറ്റുമാണ് ഭരിച്ചത്. ആ കാലഘട്ടത്തിലാണ് ഭാഗികമായി ഈ എന്താ പറയുക വോട്ടിംഗ് മെഷീൻ നടപ്പിലാക്കിയത്. അതിനുശേഷം 99-ൽ അത് സമ്പൂർണ്ണമായി നടപ്പിലാക്കി. അപ്പോൾ ഇവരൊക്കെ തന്നെ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഇവരൊക്കെ തന്നെ കൊണ്ടുവന്ന നിയമങ്ങൾ, ഇവരൊക്കെ കൊണ്ടുവന്ന ചട്ടങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ ആ ചട്ടങ്ങളും നിയമങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? BJP ഉണ്ടാക്കിയതാണ് ജനപ്രായത്വ നിയമം, അതുകൊണ്ട് ഞങ്ങൾ അനുസരിക്കില്ല. അതിലാണ് സംശയം. ഈ സത്യവാങ്മൂലം രാഹുൽ ഗാന്ധി മാത്രം നൽകേണ്ടതാണോ, അത് അനുരാഗ് ഠാക്കൂറിന് വേണ്ടേ? പരാതികൾ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളായി വരുന്നവർ ചെയ്യണം. അപ്പൊ അത് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറയാതിരുന്നത്? രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമല്ലേ വിമർശനം ഉണ്ടായത്? അത് പറഞ്ഞല്ലോ. ഇല്ലല്ലോ, പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞല്ലോ, അത് എല്ലാരോടും പറഞ്ഞല്ലോ. പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങളില്ല എന്ന് പറഞ്ഞ വേണ്ട, ഞാൻ പറയുന്നത് അംഗീകരിക്കണ്ട, പ്രശ്നം കഴിഞ്ഞില്ലേ? ഈ രാജ്യത്ത് സ്മൃതി ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതികൾ: 1, മന്ത്രിസഭയുടെ എണ്ണം ഹൗസിന്റെ 15% 1. 2, പിന്നാക്ക ജാതി കമ്മീഷന് എന്ത് കൊണ്ടുവരണം? ഭരണഘടനാ പദവി കൊണ്ടുവരണം. 3, വനിതകൾക്ക് 33% സംവരണം കൊണ്ടുവരണം. ഇതാണ് ഞങ്ങൾ ഇന്ന് വരെ പാസാക്കിയ, വാജ്പേയിന്റെ കാലം മുതൽ ഇന്ന് വരെ പാസാക്കിയ ഭരണഘടനാ ഭേദഗതികൾ. പേഴ്സണലായിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ഇലക്ഷൻ ഏജന്റ് ആയിരുന്നു. അവിടെ ഒരു ബൂത്തിൽ, പൈവളികെ പഞ്ചായത്തിൽ ഒരു ബൂത്തിൽ 2-3 വോട്ടുകളെ സംബന്ധിച്ച് തർക്കം വന്നു. അതായത് ക്യൂ നിന്ന ലാസ്റ്റ് ബ്ലാക്ക് സ്ലിപ്പ് കൊടുത്ത വോട്ടുകളെ സംബന്ധിച്ച് ആ സ്പോട്ടിൽ തന്നെ UDFന്റെ ഏജന്റുമാർ പരാതി കൊടുത്തു. അത്ര പോലും ബോധം ഈ മഹാരാഷ്ട്രയിലെ UDF ഏജന്റുമാർക്ക്, കോൺഗ്രസ് ഏജന്റുമാർക്കില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അത്ര പോലും ബോധമില്ല. ഇത്രയും വലിയ തിരിമറി മുഴുവൻ ഏജന്റുമാർ കണ്ടുപിടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. തൃശ്ശൂരിൽ നേരത്തെ കൊടുത്ത പരാതിയെക്കുറിച്ച് പറയുന്നുണ്ട്. നേരത്തെ കൊടുത്ത പരാതിയെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. TN പ്രതാപൻ സത്യവാങ്മൂലം നൽകണം. അങ്ങ് ചിരിച്ചിട്ട് കാര്യമില്ല. ഇതിൽ ഇരട്ട വോട്ട് തെളിഞ്ഞ ഒരു സത്യവാങ്മൂലം നൽകണ്ട. നല്ല തീരുമാനങ്ങളാണ്. ഞാൻ 137-ാം ബൂത്തിൽ കൊടുത്താൽ മതി. ഞാൻ 137 ഇവിടുത്തെ 137-ാം ബൂത്തിൽ എനിക്ക് കൊടുക്കണ്ടു. ഞാൻ ലോകം മുഴുവൻ കൊടുക്കണ്ട, കാരണം എന്റെ ബൂത്ത് 137. Why are you disturbing my peace? എന്തൊരു കഷ്ടാണ്. വളരെ കഷ്ടം തന്നെയാണ്. ശരി, ഇത്ര സിമ്പിളായ കാര്യമാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നടപ്പാക്കേണ്ട കാര്യമായിരുന്നു. വളരെ കഷ്ടം. അതെ, കഷ്ടമാണ്.